ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇറാൻ ജനത അവിടെ വലിയൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, പുരോഗമനം ആഗ്രഹിക്കുന്ന വലിയൊരു ജനത തെരുവിലാണ് കുറേ കാലങ്ങളായി. അവർക്ക് വലിയൊരു ഊർജം പകർന്നുകൊണ്ട് റസ പഹ്ലാവിയുടെ ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കണ്ടേ എന്നാണ് ആ വീഡിയോ സന്ദേശത്തിലൂടെ റസ പഹ്ലാവി ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഭരണമാറ്റം അവിടുത്തെ ജനത തന്നെ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ലോകരാജ്യങ്ങൾ അതിനുവേണ്ട കളം വളരെ കൃത്യമായി അവിടെ ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അല്പസമയത്തിനകം തന്നെ ആയത്തുള്ള അൽ ഖമനേയി മാധ്യമങ്ങളെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ അകത്തുകൂടി വലിയൊരു നിശബ്ദമായൊരു വിപ്ലവം അതിനകത്ത് നടക്കുന്നുവെന്ന് തോന്നുന്നില്ലേ? ആയത്തുള്ള ഖമനി അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം പറയുന്നത് ശരിയല്ല, പക്ഷേ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കാം എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇത്തരത്തിൽ വാർത്തകളൊക്കെ വരുന്നത്. അതെ, അതായത് മയ്യത്ത് സംസാരിക്കും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാരണം ആ രീതിയിൽ നമ്മളെക്കാൾ ഉപരി ഇപ്പം ഇതിനു മുന്നേ റയീസി എന്ന് പറയുന്ന അവരുടെ മുന്നേ ഉണ്ടായിരുന്ന ആ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിനെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭം, ആ അക്രമം ശരിയായില്ല എന്ന് പറയുന്നു. പക്ഷെ അതേസമയം ഇറാനിലെ ജനത അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു, മിഠായി വിതരണം ചെയ്യായിരുന്നു. അത് നമ്മളിവിടെ കാണുക. ഇത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ അങ്ങനെ ചേരിതിരിഞ്ഞല്ല. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ പറയുന്ന ആ ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ ആ നാട്ടിലിറങ്ങി ആഘോഷം സംഘടിപ്പിക്കുന്ന ഒരവസ്ഥ. അതിനെതിർത്ത് നിൽക്കുന്നത് ഈ പറയുന്ന IRGCയുടെയും അതുപോലെ തന്നെ ഈ തീവ്ര സ്വഭാവമുള്ള ആളുകൾ കുറച്ച് പേര് മാത്രമാണ് ഇതിനകത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പം നമ്മളെല്ലാം അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു. ഇതിലൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഈ 1979 ഈ റെജീം ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചുരുക്കി എന്ന് പറയുകയാണ്. അതായത് ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുമ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ ഇന്ന് അവർ വലിയ പ്രായമുള്ള ആളുകളാണ്, ഉമ്മമാരൊക്കെയാണ്. ആ ഉമ്മമാരുടെ മക്കള് ഇന്ന് ഈ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ ഇത് ഈ ഇസ്ലാമിക് റെജിമിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭമാകുമ്പോൾ ഈ രണ്ട് പ്രക്ഷോഭത്തിലും പങ്കെടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഈ ഇസ്ലാമിക് റവല്യൂഷനിൽ പങ്കെടുത്ത ആളുകൾ. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് അതാണ്. ഒരേ വ്യക്തി തന്നെ ഒരു റെജിമിനെ കയറ്റാനും ഇറക്കാനും ഇതേപോലെ ഇങ്ങനെ സമരം ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാനിലാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ജനത അനുഭവിച്ചിട്ടുള്ള സംഗതിയെ കുറിച്ചിട്ട് നമ്മൾ ഇനിയും പറയേണ്ടിയിരിക്കുന്നു. ഇതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണുനീര് ഒഴുക്കിയിട്ട് വറ്റിപ്പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരൊറ്റ ദിവസം തന്നെ 20,000 പേരെയും 30,000 പേരെയും കൂട്ടിയിട്ട് കൊന്നിട്ട് സ്വന്തം ജനതയുടെ ശവശരീരം അവരുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ വിട്ടുകൊടുക്കാൻ ഓരോ ശവത്തിനും വിലയിടുന്ന അവസ്ഥയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗവൺമെന്റ് വിലയിട്ടിട്ട് കൊടുക്കുക, എത്ര 1 മില്യൺ 2 മില്യൺ ഒക്കെ ഏർപ്പാടാക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇത് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ അവിടെ നിൽക്കുന്നു. ഇതൊരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മൾ കണ്ടെന്താണ് 15 വയസ്സുള്ളും 12 വയസ്സുള്ളും എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആവേണ്ട കുട്ടികൾ, പേര് വരെ ഇവിടെ ഉണ്ട്, എന്നിട്ട് പോലും പേര് വായിക്കാനൊന്നും ആരും ഇവിടെ വന്നിട്ടില്ല. അത്രയും ചെറിയ കുട്ടികളും ഇതുപോലെ യുവാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ വാർ അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറയുന്ന ഒരു മഹാരബ എന്ന് പറയുന്ന ഒരു നിയമം നടപ്പിലാക്കണം. ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ് വേജിങ് വാർ അഗെയിൻസ്റ്റ് ഗോഡ്. ഇത് തന്നെ ചാർത്തിക്കൊണ്ട് അവരെ തൂക്കിലേറ്റുന്നു, കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആളുകൾക്ക് കണ്ണുനീരൊഴുക്കാൻ ചില പ്രത്യേകമായ ചില തിരക്കഥകളും കഥകളും മാത്രമുണ്ട്. അത് ഗാസ അത് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ള ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടി വെക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് സത്യത്തിൽ ഇതൊരു ലിബറേഷൻ തന്നെയാണ്. ആ ഇറാനിയൻ ജനതയ്ക്കുള്ള ഒരു ലിബറേഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഇത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ ഇതിനെ കാണണം. ഇത് ആ ഒരു ആക്സിസ്, ആ ഒരു ടെറർ ആക്സിസ്, അതിൻ്റെ പ്രോക്സി വാറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇറാനിൻ്റെ ആ ഒരു കാര്യത്തിനുള്ള ഒരു അവസാനമായിട്ട് ഇത് മാറണമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്.